6ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എനിക്കൊരു നോട്ടീസ് കിട്ടി ഒരു ദിവസം സ്കൂളിൽ കിടന്നിട്ട്. അതായത് ഉം. നമ്മുടെ സ്ഥിരം സാധനം, നിങ്ങള് ഇത് നോട്ടീസ് എടുത്ത് പ്രിന്റ് ചെയ്ത ഇന്ന ആൾക്ക് ഇന്ന ഇന്ന അനുഗ്രഹങ്ങൾ കിട്ടി, ഉം. പക്ഷെ ഇത് കണ്ടിട്ട് വലിച്ചെറിഞ്ഞ ആൾക്ക് അപകടം പറ്റിയാൽ മരിച്ചു, അപ്പൊ നിങ്ങൾ ഇത് ഷെയർ ചെയ്യാന്ന് പറയുന്ന നോട്ടീസ് എനിക്ക് കിടന്ന് കിട്ടി. അപ്പൊ എനിക്കിത് കണ്ടപ്പം കുറച്ച് കൺഫ്യൂഷൻ ആയി. ഞാൻ നേരെ എന്നെ പഠിപ്പിക്കുന്ന സിസ്റ്റർ ഉണ്ട്, ഞങ്ങൾ എയ്ഡഡ് സ്കൂളാണ്, ഉം. പള്ളിയുടെ അടുത്താണ്, അപ്പം സിസ്റ്റേഴ്സ് പഠിപ്പിക്കും. ഉം. അപ്പൊ പുള്ളിക്കാരോട് ഞാൻ പോയി ചോദിച്ചു എനിക്ക് ഇങ്ങനെ സാധനം കിട്ടി, ഞാൻ എന്താ ചെയ്യുന്നത്? അപ്പൊ എന്റെ മനസ്സിൽ അവര് ഞാൻ അവരെ ബഹുമാനിക്കുന്ന സിസ്റ്ററാണ്, പഠിപ്പിക്കുന്ന ആളാണ്. അപ്പം പുള്ളിക്കാരി എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചാണ് ചോദിച്ചത്. ഉം. പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, പുള്ളിക്കാരി നൈസായിട്ട് എടുത്ത് പറയാണ്, അതായത് ഇത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ചെയ്യണ്ടെന്നുള്ളൊരു ഉപദേശമല്ല എനിക്ക് തന്നത്. പുള്ളിക്കാരുടെ ആൻസർ എനിക്ക് ഭയങ്കരമായിട്ട് ഷോക്കായി പോയി. പുള്ളിക്കാരോട് പറഞ്ഞത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നാണ്. ഓ. അതായത് ഇത് ശരിയാണ് അല്ലെങ്കിൽ ശരിയല്ല എന്ന് പറയുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പുള്ളിക്കാരി എന്നിട്ട് പറഞ്ഞത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഉം. അപ്പൊ അങ്ങനെ നടന്നു. പിന്നെ ഈ കുമ്പസാർ എന്ന് പറഞ്ഞ പരിപാടി ഉം. അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. നമ്മള് ചെയ്യുന്ന പാപങ്ങൾ ഒരാൾ മനുഷ്യനോട് പോയി പറഞ്ഞ് അയാൾ നമ്മളോട് നിങ്ങളെ പാപങ്ങൾ ക്ഷമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത എന്ത് തെറ്റും. ഈ പാപമുക്തി പത്രം വരെ വിറ്റിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട് ക്രിസ്ത്യാനിറ്റിയില്. അത് പൈസ കൊടുത്തിട്ട്. അപ്പം ആ ഒരു കൺസെപ്റ്റ് ഭയങ്കര മണ്ടത്തരമായിട്ട് തോന്നി.